ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടാണ്. ഒരുപാട് വീഡിയോസിൽ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും, എങ്കിലും നമുക്കൊരു ചെറിയൊരു കഥയിലൂടെ എന്താണെന്ന് നോക്കിയാലോ. ഒരു ധനികൻ തന്റെ ഏക മകനെയും കൊണ്ടൊരു ഗ്രാമത്തിലെത്തി. എന്തിനാണെന്ന് അറിയാമോ? മകന് ദാരിദ്ര്യം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ. കുറച്ചു ദിവസം ആ ഗ്രാമത്തിൽ ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ കൂടെ ഒരു കുടിലാണ് അവർ കഴിഞ്ഞത്. തിരിച്ച് തങ്ങളുടെ വീട്ടിലെത്തിയതിനു ശേഷം അച്ഛൻ മകനോട് ചോദിച്ചു, ദാരിദ്ര്യം എന്താണെന്ന് നീ കണ്ടോ? എന്താണ് നിനക്ക് തോന്നുന്നത്? ആ മകൻ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി അച്ഛനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, അച്ഛാ, നമുക്ക് ചെറിയൊരു കുളമാണുള്ളത്, എന്നാൽ അവർക്കോ വിശാലമായ നദി തന്നെയുണ്ട്. നമുക്ക് വെളിച്ചം തരാൻ കുറച്ച് ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ, അവർക്കോ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ തന്നെയുണ്ട്. നമുക്ക് ചെറിയൊരു പൂന്തോട്ടമാണുള്ളത്, അവർക്ക് വിശാലമായ വയലുകളുണ്ട്. ശരിക്കും നമ്മളാണ് അച്ഛാ ദരിദ്രർ. കണ്ടോ ആ മകന്റെ മറുപടി? ഇതിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്താണ് കൃതജ്ഞത? നമുക്ക് ഉള്ളതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. ഈ ഒരു അവസ്ഥയാണ് കൃതജ്ഞത അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമുക്കില്ലാത്തതിനെ പറ്റിയിട്ട് പരാതി പറയുകയാണ്. അയൽപ്പക്കത്തുള്ളവരുടെ കാറ്, കൂട്ടുകാരന്റെ ജോലി, അല്ലെങ്കിൽ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണോ, ഞാൻ ഈ നശിച്ച വീട്ടിൽ ജനിക്കേണ്ടായിരുന്നു, ഞാൻ അങ്ങ് അമേരിക്കയിലോ കാനഡയിലോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇതിനേക്കാളും എന്റെ ലൈഫ് അടിപൊളി ആയേനെ എന്നൊക്കെ. ഇങ്ങനെയുള്ള ഈ താരതമ്യങ്ങളാണ് നമ്മുടെ സന്തോഷങ്ങളെ ഇല്ലാതാക്കുന്നത്. നേരെ മറിച്ച് നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതിലൊരു സന്തോഷം കണ്ടെത്താൻ, അതിൽ നന്ദിയുള്ളവരായിരിക്കും കഴിയുമോ എങ്കിൽ നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സങ്കടങ്ങളും മാറാൻ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ നമ്മളെ അത് സഹായിക്കും. ഇനി ഈ കൃതജ്ഞതയ്ക്ക് ഒരു ശാസ്ത്രമുണ്ട്. അതെന്താണെന്നറിയാമോ? കൃതജ്ഞത എന്ന് പറയുന്നത് വെറും ഒരു തോന്നലല്ല, മറിച്ച് തലച്ചോറിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ശാസ്ത്രമാണ്. നമ്മൾ നന്ദിയോടെ ഇരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമൈൻ, സെറോട്ടോണിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഹോർമോണുകളാണ് നമുക്ക് എപ്പോഴും സന്തോഷം തരുന്ന ഹോർമോണുകൾ. അപ്പോ ഈ കൃതജ്ഞത നമ്മൾ ശീലിക്കുമ്പോൾ ഈ ഹോർമോണുകൾ ആക്റ്റീവ് ആകാൻ തുടങ്ങും. അതിലൂടെ നമ്മുടെ നിരാശയൊക്കെ മാറ്റുവാൻ, നമ്മുടെ ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതിനെയൊക്കെ കുറയ്ക്കുവാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതിലൂടെ നമ്മുടെ മനസ്സിനെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ ഇത് പ്രേരിപ്പിക്കുന്നു. ഇനി കൃതജ്ഞതയ്ക്ക് കുറച്ച് അമേസിംഗ് ബെനിഫിറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കണ്ടേ? ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ഗുണങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യത്തേത് അത്യധികം സന്തോഷം. അതായത് നമുക്കുള്ളതിൽ നമ്മൾ സന്തോഷിക്കുമ്പോഴേക്കും, നന്ദി പറയുമ്പോൾ പിന്നെ വിഷമിക്കാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. ഇനി ആരോഗ്യപരമായിട്ട് നോക്കിയാലോ, കൃതജ്ഞത ദിവസവും പരിശീലിക്കുന്നതിലൂടെ ഇത് സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കും. അതോടൊപ്പം രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും ഇടയാക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയും. അടുത്തത് ബന്ധങ്ങളിൽ ദൃഢത ഉണ്ടാക്കുന്നു. എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുമ്പോൾ, എനിക്കൊരു സഹായം ചെയ്ത ഒരാളെ ഞാൻ നന്ദിയോടെ ഓർക്കുമ്പോൾ ആ ഒരു ബന്ധം കൂടുതൽ ദൃഢമാകാനായിട്ട് കാരണമായി തീരും. അടുത്ത് മികച്ച ഉറക്കം ലഭിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി കൃതജ്ഞത പരിശീലിക്കേണ്ട ഒരു ചെറിയ 4 രീതികളെ കുറിച്ച് നോക്കിയാലോ. ഒന്നാമത്തേത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. ദിവസവും ഒരു 5-10 മിനിറ്റ് ഒരു ചെറിയ നോട്ട്ബുക്കില് അന്നത്തെ നല്ല കാര്യങ്ങൾ നന്ദിയോടെ എഴുതുക. അതായത്, ഇന്ന് എനിക്ക് ആ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൽ നന്ദിയുണ്ട്, എനിക്ക് നല്ല ഫുഡ് കഴിക്കാൻ കഴിഞ്ഞതിൽ നന്ദിയുണ്ട്, എനിക്ക് ഇന്ന് ആ ഒരു സുഹൃത്തിനെ സഹായിക്കാൻ കഴിഞ്ഞതിൽ നന്ദിയുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഒരു 5-6 കാര്യങ്ങളായാലും മതി. ഇതൊന്ന് ദിവസവും എഴുതാനായിട്ട് ശ്രമിക്കുക. അടുത്തത് താങ്ക് യു റിച്വൽ, അതായത് നന്ദി പ്രകടന നിമിഷം. എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ, ഇപ്പൊ എനിക്ക് ഈ ഒരു ദിവസം തന്നതിന് നന്ദി, അല്ലെങ്കിൽ എനിക്കിപ്പോ ശ്വസിക്കാൻ കഴിഞ്ഞതിന് നന്ദി. ഇപ്പൊ രാത്രി കിടക്കുന്നതിന് മുമ്പാണെങ്കിൽ ഇന്ന് നടന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി ഇന്നൊക്കെ പറഞ്ഞു കിടക്കുന്നത് ആ രാത്രി ഉറക്കത്തെ മെച്ചപ്പെടുത്തുന്നതിനും രാവിലെ മുഴുവൻ ആ ഒരു ഉന്മേഷം നിലനിൽക്കുന്നതിനും ഒരുപാട് സഹായിക്കും. അടുത്തത് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ അയക്കാം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്ത സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ നമുക്കൊരു മെസ്സേജ് അയക്കാം. താങ്ക് യു, നീ ഇന്നെ സഹായിച്ചതിന്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ബന്ധം നിലനിൽക്കാനും കൂടുതൽ ദൃഢമാകാനും അവർക്ക് അതിലൂടെ ഒരു സന്തോഷം, തിരിച്ച് നമുക്കും അതിലൂടെ ഒരു സന്തോഷം കിട്ടാനായിട്ടൊക്കെ ഇതൊക്കെ സഹായിക്കും. നമ്മുടെ എതിരാളിയോട് പോലും, ശത്രുവിനോട് പോലും, നമ്മളെ വേദനിപ്പിച്ചവരോട് പോലും നന്ദിയുള്ളവരായിരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെ വേദനിപ്പിച്ചു എങ്കിൽ അവരുടെ ഒരു ദേഷ്യം തോന്നുന്നതിന് പകരം ആ
വേദനിപ്പിച്ച കാര്യത്തിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ കഴിഞ്ഞു എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യുക, സന്തോഷിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം? കൃതജ്ഞത എന്ന് പറയുന്നത് ഒരു മാന്ത്രിക വടിയാണ്. അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളും. കയ്യിൽ ഒരുപാട് പണമുള്ളവർ മാത്രമല്ല ഈ ലോകത്തിൽ സന്തോഷമുള്ളവരായിട്ടുള്ളത്. എത്രത്തോളം നമ്മൾ ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കുന്നു അവരായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവതികളായിട്ടുള്ള ആൾക്കാർ. നമ്മുടെ കുറവുകൾ ഒരു തുരങ്കം പോലെയാണ്. ഒരറ്റത്ത് നിന്ന് നോക്കിയാൽ ഇരുട്ട് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. എന്നാൽ നന്ദിയുള്ളവരായി അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ, ആ വെളിച്ചം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇന്ന് മുതൽ നമുക്കൊന്ന് ശീലിച്ചു തുടങ്ങിയാലോ എല്ലാ കാര്യങ്ങളിലും നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത്. 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോ ഇന്നത്തെ നമ്മുടെ കമന്റ് സെഷനിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഒരു നന്ദി പറയാനുള്ളൊരു അനുഭവം ഉണ്ടായത് എന്നൊന്ന് പറയണേ. ഇന്നിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. എനിക്ക് ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ എനിക്കിന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് നന്ദിയുള്ളവളാണ്. അപ്പോ നിങ്ങളുടെ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഇന്നത്തെ അനുഭവം അതൊന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.